ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയെക്കുറിച്ച് ഈശോനാഥൻ കർമ്മലീത്ത സഭാംഗമായ 6 കുട്ടികളുടെ അമ്മയായ എലിസബത്ത് സാൻഡോയ്ക്ക് കൊടുത്ത വെളിപാടുകളുടെ ഓരോ ഭാഗമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവ് എങ്ങനെയാണ് മനുഷ്യകുലത്തെ ഒരുക്കാൻ പോകുന്നതെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ 5 കിട്ടിയൊരു സന്ദേശമാണിത്. ഏപ്രിൽ 15 1962 എൻ്റെ കർമ്മലീത്ത മകളെ, ഈ സ്നേഹാഗ്നിജ്വാല ആദ്യം സ്വീകരിക്കേണ്ടവർ കർമ്മലീത്തക്കാരാണ്. അവർ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കട്ടെ. പരിശുദ്ധ അമ്മ പിന്നെ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഭീരുവാകരുത്. എത്രയും വേഗം ഈ ദൗത്യം ആരംഭിക്കുക. കർമ്മലിൽ നിന്ന് എൻ്റെ സ്നേഹാഗ്നിജ്വാല പുറപ്പെടട്ടെ. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവരാണ്. അല്ലെങ്കിലും ഇക്കാര്യം ഇങ്ങനെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതിനാവശ്യമായ പ്രത്യേക കൃപകൾ നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യും. നീ പുരോഹിതന്മാർക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ആശ്വസിപ്പിക്കപ്പെടും. അതായത് പരിശുദ്ധ അമ്മ ആശ്വസിക്കപ്പെടുന്നത് പുരോഹിതർക്ക് വേണ്ടി എലിസബത്ത് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അമ്മ ആശ്വസിക്കപ്പെടുക. ഈ കാലഘട്ടത്തിൽ അമ്മ നമ്മളോടും പറയുന്നു, നിങ്ങൾ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മയും ഈശോയും ആശ്വസിക്കപ്പെടും. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എണ്ണമിട്ട് എഴുതി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈശോയുടെ ആവശ്യം നമുക്കൊന്ന് കേൾക്കാം. ഏപ്രിൽ 17 ഈശോ പറയുകയാണ്, എൻ്റെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെപ്പറ്റി പരാമർശിക്കാത്ത ഒരു പ്രസംഗവും എൻ്റെ പുത്രന്മാർ നടത്തരുത്. എൻ്റെ മകളെ, എൻ്റെ രാജ്യം വരാനായി എൻ്റെ സർവശക്തിയോടും കൂടെ പ്രാർത്ഥിക്കണം. നിൻ്റെ അനാസ്ഥയെല്ലാം നിൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കുക വഴി ഞാൻ പരിഹരിക്കും. എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. നിൻ്റെ പശ്ചാത്താപവും പരിഹാര പ്രവൃത്തികളുമാണ് നിൻ്റെ പക്കലേക്ക് എന്നെ ആനയിച്ചത്. മറ്റുള്ളവരും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നീ പ്രയത്നിക്കുക. എൻ്റെ പ്രത്യേകമായ വിളിയിലേക്ക് ഞാൻ അനേകരെ ക്ഷണിക്കുന്നു. പശ്ചാത്തപിക്കുന്ന ആത്മാക്കളെ ഞാൻ സ്വീകരിക്കുന്നു. നിൻ്റെ സ്നേഹം തീക്ഷ്ണവും പരിപൂർണവുമായ അർപ്പണത്തോടും കൂടെ ആയിരിക്കണം. എൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ കഴിയുന്നത്ര നിശബ്ദത പാലിക്കുക. കാരണം എൻ്റെ മൃദുലമായ ശബ്ദം ശ്രവിക്കാൻ സ്നേഹത്തിൽ ആമഗ്നരായിരിക്കുന്നവർക്കേ കഴിയുള്ളൂ. മകളെ, സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിച്ചെരിയുവാൻ അനേകം ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കിത് ഓർക്കാം. സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിച്ചെരിയുവാൻ അനേകം ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ത്യാഗം ചെയ്യണം, സഹനം ഏറ്റെടുക്കണം, പരിഹാരം ചെയ്യണം. ഇതാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഈശോയും മാതാവും എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലൂടെയും പറയുന്നത്. ഹംഗറിയിൽ പ്രവാചിക സിസ്റ്റർ നത്താലിയായോട് ഈശോ അങ്ങനെയല്ലേ പറഞ്ഞത്? പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് ആത്മാക്കളെ നേടിക്കൊടുക്കലായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഈശോ വീണ്ടും പറഞ്ഞു, എൻ്റെ രാജ്യം നിന്നിലും എല്ലാ ആത്മാക്കളിലും വന്നണയാനായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്നേ ദിവസം ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ചും വിചിന്തനം ചെയ്യണം. നീ ചെറുതായിരിക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് വിദൂരമായൊരു രാജ്യത്ത് ജീവിക്കേണ്ടി വന്നപ്പോൾ കഠിനമായ ദുഃഖം നിന്നെ കുറേ കാലത്തേക്ക് വേട്ടയാടിയില്ലേ? അപ്പോൾ എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവേ, അത് വീടിന് വേണ്ടിയുള്ള ആശയായിരുന്നോ? ഈശോ പറഞ്ഞു, അതെ, അത് വേദനാജനകമായിരുന്നു. പിന്നീട് ഈശോ പറയുകയാണ്, എൻ്റെ മകളെ, നിൻ്റെ സ്വന്തം തൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്നെ സ്നേഹിക്കുക. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്നേഹിക്കരുത്. നിത്യമായ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടിയും നീ ത്യാഗമനുഷ്ഠിക്കണമെന്ന്. അതായത് നിത്യജീവൻ,
നിത്യമായ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ഭൗതികമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ അന്ന് പരിശുദ്ധ അമ്മ നോക്കുകയായിരുന്നു, ഉറ്റുനോക്കുകയായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിനെ അമ്മ ഉറ്റുനോക്കുകയായിരുന്നു. അതുപോലെ നീ നിൻ്റെ ആവശ്യ നേരത്ത് എന്നെ വീക്ഷിക്കണം. നിനക്ക് ആവശ്യമാകുമ്പോൾ പിതാവിന് നേരെ നീ നോക്കണം. എന്നെപ്പറ്റി ചിന്തിക്കുക. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞങ്ങൾ സ്നേഹത്തിൽ ആമഗ്നയാവുക. പിന്നീട് ഈശോ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് ഞാനിനി നിൻ്റെ അടുത്തേക്ക് വരികയില്ല എന്ന്. അത് പറഞ്ഞപ്പോൾ എലിസബത്ത് സാൻഡോയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഈശോ പറഞ്ഞു, നിൻ്റെ ആവശ്യ സമയത്ത് നീ പിതാവിനെ നോക്കുക. അപ്പനെ എന്ന നിലയിൽ നീ പിതാവിനെ നോക്കുക എന്ന്. പൈതൃകമായ സ്നേഹം ആവശ്യമുള്ളപ്പോൾ. ഈശോ പറയുകയാണ്, നീ എൻ്റെ കൂടെ വസിക്ക്. നമ്മുടെ സംഖ്യ എത്ര ചെറുതാണെന്നും അതിനാൽ തന്നെ എണ്ണുവാൻ എളുപ്പമാണെന്നും നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ദുഃഖിച്ചിട്ടാണ് ഈശോ പറയുന്നത്. നമ്മുടെ സംഖ്യ കുറവാണ്. പ്രാർത്ഥിക്കാനും ത്യാഗമനുഷ്ഠിക്കാനും ആരുമില്ല. അത് ഈശോയെ വേദനിപ്പിക്കുന്നു. അതിനേക്കാൾ വലിയ വേദനയാണ് കുടുംബനാഥകൾ പരസ്പരം വഞ്ചിച്ച് ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് അതിലും വലിയ വേദനയാണ് എന്നാണ് പറയുന്നത്. ഈശോ പറയാണ്, നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ച് എൻ്റെ ഹൃദയം നിറയെ ദുഃഖമാണെന്ന്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഓരോ ചെറിയ ത്യാഗവും ആത്മാക്കൾക്കായിട്ടുള്ള എൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നു. നമുക്കൊരിക്കൽ കൂടെ ഓർക്കാം, നമ്മുടെ ഓരോ ചെറിയ ത്യാഗവും ആത്മാക്കൾക്കായിട്ടുള്ള കർത്താവിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നു. അതായത് നമ്മുടെ ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് കർത്താവിനോടുകൂടി സഹിച്ച് അനേക ആത്മാക്കളെ നേടാം എന്ന്. ഈശോ പറയാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വന്തം തൃപ്തി നീ അന്വേഷിക്കരുത്. നീ എന്നെ തേടുക. ഇത് നിൻ്റെ സഹോദരരെ നീ പഠിപ്പിക്കുക. കൃപ നിറഞ്ഞ അവസ്ഥയിലുള്ള പ്രാർത്ഥനയേക്കാൾ ആത്മീയമായ വരൾച്ചയിൽ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത് കൂടുതൽ ഫലദായകമാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, എന്നോടുകൂടെ സഹിക്കുക എന്ന് പറഞ്ഞ് ഈ പറയുന്നതൊക്കെ എഴുതിയെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, ഈശോ പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മോട് പറയുന്നത് സഹിക്കാനായിട്ട്, എൻ്റെ ഒപ്പം സഹിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈശോ കുരിശിൽ കിടന്ന് സഹിച്ചതുപോലെ ഈ ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഈശോയും മാതാവും അന്വേഷിക്കുന്നത്. കാരണം ത്യാഗത്തിലൂടെയാണ്, സഹനത്തിലൂടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നവരെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം നടക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം സ്വാർത്ഥതയാണ്, സ്വന്തം തൃപ്തിയാണത്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും നടക്കാതിരിക്കുമ്പോഴാണ് ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കുക. കാരണം അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനം. ഈശോ പറയുകയാണ്, മോളെ, ഞാൻ ഒരു യാചകനാണ്, യാചകൻ. കനത്ത മഴയിലും വീശിയടിക്കുന്ന കാറ്റിലും തണുത്തുറഞ്ഞ ശീതകാലത്തും വരണ്ടുണങ്ങിയ വേനലിലും എല്ലാ അവസ്ഥയിലും ഞാൻ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്കും തെരുവിൽ നിന്ന് തെരുവിലേക്കും വിശന്ന് പൊരിഞ്ഞ് ഞാൻ അലയുകയാണ്. ഞാൻ ഇങ്ങനെ അലയുമ്പോൾ ഒരാളും താങ്കൾ എവിടേക്കാണ് പോകുന്നേ എന്ന് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. രക്തമുണങ്ങിപ്പിടിച്ച എൻ്റെ തലമുടിയും നിൻ്റെ പിന്നാലെ നടന്ന് വിണ്ടുകീറിയ എൻ്റെ പാദങ്ങളും കാണുക. സദാ സഹായം ചോദിച്ചുകൊണ്ട് നീട്ടിപ്പിടിച്ച എൻ്റെ കരങ്ങളിലേക്ക് നോക്കുക.
ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഞാൻ പോകുന്നു. വല്ലപ്പോഴും മാത്രമേ എന്തെങ്കിലും സഹായം എനിക്ക് ലഭിക്കുന്നുള്ളൂ. അവരുടെ ഹൃദയത്തിൽ എന്താണെന്ന് ഒരു നോക്ക് കാണാൻ ഞാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ ഹൃദയവാതിൽ പെട്ടെന്ന് കൊട്ടിയടയ്ക്കുന്നു. ശാന്തമായി എനിക്ക് പിൻവാങ്ങേണ്ടി വരുന്നു. ആരും ആവശ്യപ്പെടാത്തതുകൊണ്ട് കൃപകൾ എൻ്റെ ഹൃദയത്തിൽ കുന്നുകൂടുന്നു. എൻ്റെ കുഞ്ഞെ, കൃപകൾക്കായി ചോദിക്കുക. നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റനേകം പേർക്ക് വേണ്ടി യാചിക്കുക. നിന്റെ വിശ്വസ്തത കൊണ്ട് എന്നെ നീ നിന്റെ കടക്കാരനാക്കുകയാണ്. ഇത് കേട്ട് നീ ആശ്ചര്യപ്പെടുകയാണോ? വേണ്ട. എൻ്റെ ശമിക്കുവാനാകാത്ത ദാഹം നിന്റെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ കൊണ്ട് ശമിക്കപ്പെടുകയാണ്. ഒരു നിമിഷം പോലും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാതെ കടന്നു പോകരുത്. എൻ്റെ കുഞ്ഞ്, നിന്നോട് ഞാൻ പറയട്ടെ, ഈ അവസാന കാലഘട്ടത്തിൽ ഞാൻ അനേകം ആത്മാക്കളെ പ്രത്യേകമായി വിളിച്ചു. പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നുള്ളൂ. അങ്ങനെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി നിർത്താതെ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുക. അതുവഴി പ്രായശ്ചിത്തമനുഷ്ഠിക്കുന്ന ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കട്ടെ. എൻ്റെ നീതിയുടെ കോപം ശമിപ്പിക്കാനായി അത്തരം ആത്മാക്കളെ ഞാൻ ശേഖരിക്കുന്നു. എൻ്റെ അമ്മ എന്നോടൊപ്പം വന്ന് യാചിക്കുന്നു. ഇന്ന് വരെ എൻ്റെ കോപം അമ്മ സമതുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അവളുടെ സ്നേഹാഗ്നി ജ്വാലയാണ് എന്നെ തണുപ്പിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ സാത്താൻ എൻ്റെ കൂടെ വന്നു. വളരെ സൗഹാർദ്ദത്തോടെ സംസാരിക്കാൻ ആരംഭിച്ചു. ഇത് എലിസബത്ത് സാൻഡോയുണ്ടായ അനുഭവമാണ്. നിനക്ക് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയിക്കൂടെ? മറ്റുള്ളവരേക്കാൾ നല്ലവളാകാൻ നീ ശ്രമിക്കണ്ട. നിന്റെ ജീവിതം മുഴുവൻ ദുരിതമയമായിരുന്നു. ഇനിയെങ്കിലും വിശ്രമിക്കാൻ നോക്ക്. ജീവിതം വളരെ ചെറുതാണ്. ഇത്തരം പ്രയത്നം കൊണ്ട് എന്തിനത് നശിപ്പിക്കണം? നിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തകൾ എന്തിന് മനുഷ്യരോട് പറയണം? ആരെങ്കിലും നിന്നെ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ശ്രദ്ധ കിട്ടിയാൽ അത് മുഖസ്തുതിയല്ലേ? നിൽക്കൂ, ചിന്തിക്കൂ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാകും. നിനക്കത് വ്യക്തമായി കഴിയുമ്പോൾ നീ എന്നോട് നന്ദിയുള്ളവരായിരിക്കും. കാരണം ഞാൻ നിന്നെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇത് സാത്താൻ എലിസബത്ത് സാൻഡോയ്ക്ക് നൽകിയ ഒരു പരീക്ഷണമാണ്, ഒരു പ്രലോഭനമാണ്. ഈ 6 കുട്ടികളുടെ അമ്മ കർമ്മലീത്ത സഭാംഗം. അതിനോട് നമ്മുടെ കർത്താവ് പറയുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കർത്താവ് പറയുകയാണ്, ഞാനിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. എവിടെയെങ്കിലും എന്നെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് ഞാൻ പോകുകയാണ്. കാരണം ഓരോ ഹൃദയത്തിലും വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഹൃദയം തേടി നോക്കും. അവസാനം ഒരു സ്ഥലത്തും എനിക്ക് സ്ഥാനമില്ല. പ്രിയ സഹോദരങ്ങളെ, ഈശോ പറയുന്നു, ഈ അവസാന കാലഘട്ടത്തിൽ ഞാൻ അനേകം ആത്മാക്കളെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തിനാണെന്നോ? ത്യാഗങ്ങൾ സഹിക്കാൻ, അതുവഴി മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമനുഷ്ഠിക്കാൻ, അതുവഴി അനേകം പാപികൾക്ക് മാനസാന്തരം നേടിക്കൊടുക്കാൻ. ഇത് തന്നെയല്ലേ ഫാത്തിമായിലും മറ്റെല്ലാ സ്ഥലത്തും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്? പ്രാർത്ഥിക്കുക, സഹിക്കുക, മാനസാന്തരപ്പെടുക, പരിഹാരമനുഷ്ഠിക്കുക, ആത്മാക്കളെ നേടിക്കൊടുക്കുക. അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയാണ് ഈശോയെ ഭൂമിയെ നശിപ്പിക്കുന്നതിൽ നിന്നും ആ കോപത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നിജ്വാല കണ്ടിട്ടാണ്. ഒരു പരിധിവരെ അമ്മ പറയുന്നു പ്രത്യക്ഷീകരണങ്ങളിൽ, എൻ്റെ മകൻ്റെ കൈകൾ ഇനി തടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇത് അന്ത്യകാലമാണ്. സാത്താൻ എല്ലാ മനുഷ്യരെയും അവരുടെ ഹൃദയങ്ങളിലും വേര് ഉറപ്പിച്ച സമയം. നമുക്ക് ശക്തമായി സഹനങ്ങളെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അവൻ ഏറ്റവും അധികം പിടിക്കുന്നത് ജഡിക ആസക്തി തന്നിട്ടാണ്. നമ്മൾ കാണുമ്പോൾ ഈ ലോകം സാധാരണ പോലെ പോകുന്നു. പക്ഷേ
ഈ ലോകത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് ഈ ദിവസങ്ങളിൽ ഈശോ ഒന്നുകൂടെ ശക്തമായി എനിക്ക് വെളിപ്പെടുത്തി തന്നു. സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ അവർ എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അവസാന കാലഘട്ടത്തിൽ കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കാനുമാണ് അവരുടെ പരിപാടി. അതിനവർ കണ്ടുപിടിച്ച വഴി ഓരോ കുടുംബനാഥന്മാരും ഓരോ കുടുംബനാഥകളും മക്കളുള്ളവരും മരുമക്കളുള്ളവരും എന്തിനു പറയുന്നു, എല്ലാവരും വഴിപിഴച്ച ജീവിതം നയിക്കുകയാണ്. അതിനുള്ളൊരു മറയാണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. ഒരു മടിയുമില്ലാതെ ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ വളരെയേറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഈശോയോട് കരഞ്ഞു ചോദിക്കുകയാണ്, ദൈവമേ, ഇതുപോലെ പാപം വർദ്ധിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് പറ്റുക? ഞങ്ങൾ എത്ര ജപമാല ചൊല്ലിയാലാണ് ഇതിനെല്ലാം പരിഹാരമാവുക? പ്രിയ സഹോദരങ്ങളെ, പുറത്തുനിന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ സാത്താൻ കുടുംബങ്ങളിൽ കടന്ന് അവൻ്റെ വേര് ഉറപ്പിച്ചു കഴിഞ്ഞു. 50 വയസ്സുള്ളവളും 12 വയസ്സുള്ളവളും ഒരുപോലത്തെ പാപം ഒരേപോലെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇത് സാത്താൻ്റെ പ്രവർത്തനങ്ങളാണെന്ന്. സാത്താൻ അടിമപ്പെട്ടു പോയി മനുഷ്യരെല്ലാം. പ്രായങ്ങളൊന്നും അതിന് ഒരു തടസ്സമല്ല. എത്രയോ കുടുംബങ്ങൾ ഇന്ന് ഛിന്ന ഭിന്നമായിരിക്കുന്നു. എത്ര മക്കളുണ്ടെങ്കിലും എത്ര നല്ല ജീവിത പങ്കാളിയാണെങ്കിലും മറ്റൊരു ജീവിത പങ്കാളിയുടെ കൂടെ കഴിയാൻ യാതൊരു വിഷമവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് പറയുന്നത്. വളരെ വേദനയോടെ ഞാൻ പറയുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം നന്നാക്കിയിട്ട് ഈശോ ഓരോ പ്രത്യക്ഷീകരണത്തിലും പരിശുദ്ധ അമ്മയും പറയുന്നത്, അന്ത്യകാലത്ത് അശുദ്ധി എന്ന പാപം മൂലമാണ് ഈശോ ഈ ലോകത്തെ നശിപ്പിക്കുക. അശുദ്ധി നിറയുമെന്നാണ് ഓരോ പ്രവചനങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് അവസാനത്തെ കാലം, ഇത് തന്നെയാണ് അന്ത്യകാലം. എവിടെയും കാണുന്നത് അശുദ്ധിയാണ്. എവിടെയും നമ്മൾ അതിശയിച്ചു പോകുന്ന വിധത്തിൽ സ്ത്രീജനങ്ങൾ മദ്യത്തിനും മയക്കമരുന്നിനും അടിമപ്പെട്ട് കഴിഞ്ഞു. ലഹരിയാണ് എല്ലാവർക്കും ലഹരി. മദ്യം, മയക്കമരുന്ന്, അതല്ലെങ്കിൽ ജഡികാസക്തിയുടെ ലഹരി, അല്ലെങ്കിൽ ആർഭാടങ്ങളുടെ ലഹരി. പ്രിയ സഹോദരങ്ങളെ, വളരെ വേദനയോടെയാണ് ഈ ഓഡിയോ ഞാൻ ചെയ്യുന്നത്. കുറേയധികം പ്രശ്നങ്ങൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ണിമുമ്പിലൂടെ കടന്നു പോയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും ദൈവമേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, ആമേൻ കർത്താവേ, നീ വേഗം വരണമേ. ഇനിയും ലോകം ദുഷിച്ചു പോകാതിരിക്കാൻ എത്രയും വേഗം അടയാളവുമായിട്ട് വേഗം വരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തെറ്റാണോ ശരിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എലിസബത്ത് സാൻഡോയോട് കർത്താവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നിൻ്റെ ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെയാണ് ഞാൻ പാപികൾക്ക് മാനസാന്തരം കൊടുക്കുക. ഭർത്താവിനെ വഞ്ചിക്കുന്നൊരു ഭാര്യയെ കാണുമ്പോൾ നമുക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവിനെ കാണുമ്പോൾ, മാതാപിതാക്കന്മാരെ പറ്റിച്ച് പാപം ചെയ്യുന്ന മക്കളെ കാണുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഉയർത്തിയ കരങ്ങൾ താഴ്ത്താൻ നമുക്ക് നേരം കിട്ടുകയില്ല. അത്രമാത്രം അശുദ്ധി കുടുംബങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യുവാക്കളിലും യുവതികളിലും മധ്യവയസ്കരിലും പ്രായമായവരിലും എല്ലാവരിലും ഈ ഒരു പാപം സാത്താൻ വിതച്ചിട്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഹൃദയത്തിൽ വന്ന് നോക്കുമ്പോൾ കൊട്ടിയടയ്ക്കാൻ ഇടവരുത്തല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള അശുദ്ധി നിറഞ്ഞ പാപത്തിനടിമപ്പെട്ട എല്ലാ മക്കളുടെയും തിരിച്ചറിവിന് വേണ്ടി
അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പോരായ്മകൾ, ചെറിയ ചെറിയ രോഗാവസ്ഥകൾ, ചെറിയ ചെറിയ വേദനകൾ എല്ലാം ഈശോയുടെ വേദനയോട് ചേർക്കാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാപികൾക്ക് മാനസാന്തരം കൊടുക്കണമേ, പാപികൾക്ക് നീ മാനസാന്തരം കൊടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം അതല്ലേ പറഞ്ഞത്, കുറേ ആത്മാക്കളെ ഞാൻ ഈ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകമായി വിളിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നോ? സഹിക്കാൻ. അതുകൊണ്ട് സഹനം കൂടുമ്പോൾ ആകെ പരിഭ്രമപ്പെട്ട് ഓടി നടക്കരുത്. ഇതെന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ? സഹിക്കുക, ഈശോയോടൊപ്പം സഹിക്കുക, എന്നിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഈ ക്രിസ്തുമസ് ദിനത്തിൻ്റെ ഒരുക്കത്തിൽ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ അമ്മ നോക്കിയതുപോലെ ഓരോ പ്രാവശ്യവും ഉണ്ണിയെ കാണുമ്പോൾ ഓർക്കാം, എല്ലാ ഹൃദയങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു ഉണ്ണിയാണിത്. ആർക്കും വേണ്ട ഉണ്ണിയെ. പുൽക്കൂട്ടിൽ കിടക്കുന്ന കളിച്ചു ചിരിക്കുന്ന ഉണ്ണിയെ കാണുമ്പോൾ ഓർക്കാം, ഈ ഉണ്ണിയുടെ തലയിൽ ജഡിക പാപങ്ങൾ ചെയ്ത് മുൾമുടി ധരിപ്പിക്കുന്നവരാണ് നമ്മൾ. ഈ ഉണ്ണിയുടെ തിരുത്തോളിൽ എല്ലാവിധ പാപങ്ങളും, ദ്രവ്യാസക്തി, ധനാസക്തി, ജഡികാസക്തി, സ്ഥാനമാന ആസക്തികൾ, ഇതുകൊണ്ടൊക്കെ പാപം ചെയ്ത് തിരുത്തോളിലെ മുറിവ് ഒന്നുകൂടെ ആഴപ്പെടുത്തുന്നവരാണ് നമ്മൾ. ഈ കളിച്ച് കിടക്കുന്ന ഉണ്ണി ആണികളാൽ അടിക്കപ്പെടാനും തുളയ്ക്കപ്പെടാനും ശരീരം വിട്ടുകൊടുക്കാനിരിക്കുന്നവനാണ്. അത് നമ്മുടെ പാപം മൂലമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാപം മൂലമാണ്. സമൂഹത്തിൽ, പത്രങ്ങളിൽ കൊലപാതകങ്ങളും മറ്റും കേൾക്കുമ്പോൾ ഉടനടി പ്രാർത്ഥിക്കണേ. അത് നമ്മുടെ പ്രാർത്ഥന കൂട്ടാനുള്ള ഒരു വിളിയാണ് കേട്ടോ. കുറ്റപ്പെടുത്തിയിട്ടോ പഴി പറഞ്ഞിട്ടോ ചർച്ചകൾ നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു കൂട് നിർമ്മിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും മറ്റുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും സഹനം കൊടുത്തുള്ള പ്രാർത്ഥന. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുൽക്കൂട്ടിൽ പിറക്കാനിരിക്കുന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വന്ന് വസിക്കാൻ ഇടവരട്ടെ. ആമീൻ.